ഹായ് ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ വിനോദ് പറയുന്നുണ്ട് ഗീതിൻ്റെ അടുത്ത്, ചേച്ചി ഇനി എന്നെ കൈകാര്യം ചെയ്താൽ എൻ്റെ നട്ടും ബോൾട്ടും ഒക്കെ ഊരിപ്പോവും, പിന്നെ മാധവൻ അച്ഛനില്ലാണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഗീതു പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ലാത്തപ്പോൾ ഞാൻ നിന്നെ കൈകാര്യം ചെയ്തുവോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിപ്പോൾ ഒരു വിഷമേ ഉള്ളൂ. എനിക്ക് ഓർമ്മയുള്ളപ്പോൾ നിന്നെ അതുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ആ വിഷമേ ഉള്ളൂ. നിൻ്റെ സ്വഭാവമൊക്കെ അറിഞ്ഞ് എനിക്കൊന്നും കൂടിയും കൈകാര്യം ചെയ്യണമെന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗീതു മാറി നിൽക്കടാ അങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അവിടുന്ന് പോയതിന് ശേഷം പ്രിയയും വിനോദും സംസാരിക്കുന്നുണ്ട്. പ്രിയ ചോദിക്കുന്നുണ്ട്, ഗീതു ചേച്ചി എന്തിനാ വയലൻ്റ് ആയി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിനോദ് പറയുന്നുണ്ട്, എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലും പ്രിയ വിനോദിൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. പ്രിയ വിനോദിൻ്റെ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് പ്രിയയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ പിന്നെ രേഷ്മയെ വിളിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, പിന്നെ രേഷ്മയെ വിളിച്ചല്ലേ, നിന്നോട് പറഞ്ഞതല്ലേ ഇവളായിട്ട് കോണ്ടാക്റ്റ് വേണ്ടാന്ന്, പിന്നെ എന്താ നിനക്ക് പറഞ്ഞാൽ കേട്ടാ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിനോദ് പറയുന്നുണ്ട്, പ്രിയ ഞാനല്ല അങ്ങോട്ട് വിളിച്ചേ, അവളാണ് ഇങ്ങോട്ട് വിളിച്ചത്, അപ്പോൾ ഞാൻ എടുത്തിട്ട് ഇനി വിളിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. നിനക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പ്രിയയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ രേഷ്മയുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ ഗീതു ആലോചിക്കുന്നതാണ് കാണിക്കണത്. പിന്നെ അവൾ രേഖയോട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ എനിക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഇല്ല എന്ന് വിശ്വസിക്കണ ആകെ ഒരാൾ കണ്ണേട്ടനാണ്. അപ്പോൾ രേഖ പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. അപ്പോൾ പക്ഷേ ഗീത പറയുന്നുണ്ട്, പക്ഷേ രാധികാമ്മയും വരുണും കാഞ്ചനക്കയും പ്രിയ എല്ലാവരും കരുതുന്നത് എനിക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ട് എന്നാണ്. എന്തിന് വിജയലക്ഷ്മി അമ്മ പോലും പറഞ്ഞു ചില സമയത്ത് ഞാൻ വിചിത്രമായി സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ. ഇത് കേട്ട രേഖ പറയുന്നുണ്ട്, നീ നാഗവല്ലിയെ പെരുമാറുന്നത് ഞാനും ഗോവിന്ദേട്ടനും കണ്ടിട്ടില്ലല്ലോ, കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളും ചിലപ്പോൾ അവരെ പോലെ പറയാൻ തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ കാഞ്ചന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രേഖ അങ്ങനെ പറയുന്നത് കേട്ട് ഗീതു പറയുന്നുണ്ട്, അപ്പോൾ രേഖയ്ക്ക് എന്നെ സംശയം ഉണ്ടല്ലേ, അപ്പോൾ ഈ വീട്ടിലേക്കും എന്നെ വിശ്വാസമുള്ള ആകെ കണ്ണേട്ടന് മാത്രം, എനിക്കത് മതി എന്ന് പറഞ്ഞ് നീക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഗോവിന്ദ് വരുന്നുണ്ട്. മീതെന്ന് ഗോവിന്ദ് വരുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ ഒരു ചർച്ച, എന്താ അവിടെ ഒരു പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല, കണ്ണേട്ടൻ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് കേട്ട ഗോവിന്ദ് പറയുന്നുണ്ട്, ആരൊക്കെ ഇല്ലെങ്കിലും ഞാൻ ഇല്ലേ നിൻ്റെ കൂടെ ഗീതു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാഞ്ചന ഇത് കേട്ട കാഞ്ചന പറയുന്നുണ്ട്, ഗോവിന്ദ് മാമ നിങ്ങളാ ഗീതു പാപ്പയുടെ മേത്തിലുള്ള പ്രേതത്തെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, കണ്ടാൽ മാത്രമേ അതിൻ്റെ ഇത് അറിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് കാഞ്ചനെ, ഗീതുവിൻ്റെ ദേഹത്തുള്ള നാഗവല്ലി ഞാൻ കണ്ടിട്ടുണ്ട്. അവളോട് ഞാൻ ഒരു ദിവസം ചായ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ ചായ എടുക്കാമെന്ന് പറഞ്ഞ് പോയി, പിന്നെ തിരിച്ചു വന്നത് ഒറിജിനൽ ഗീതുവായിട്ടാണ്. അവൾക്കാണെങ്കിൽ ഒന്നും ഓർമ്മയില്ല എന്നാണ് പറയുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാഞ്ചന ചോദിക്കുന്നുണ്ട്, ഗോവിന്ദ് മാമ അങ്ങനെയുള്ള ഗീതു ചായയിൽ വിഷം ഇട്ടാൽ എങ്ങനെ നമ്മൾ അറിയുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേഖ പറയുന്നുണ്ട്, ആ വിഷച്ചായ നിനക്ക് തന്നെ തരാം കാഞ്ചന എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഗോവിന്ദ് പറയുന്നുണ്ട്, ഗീതു എപ്പോഴെങ്കിലും വിചിത്രമായി സംസാരിക്കുകയെ അല്ലെങ്കിൽ നാഗവല്ലിയായി മാറുന്നതൊക്കെ കണ്ടാൽ നിങ്ങൾ അപ്പം തന്നെ എന്നോട് പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട ഗീതു പറയുന്നുണ്ട്, കണ്ണേട്ടാ ആര് കൂടെ ഇല്ലെങ്കിലും കണ്ണേട്ടൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ കണ്ണേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാര പണിയുന്നത് കണ്ണേട്ടനാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഞാൻ കൂടെ തന്നെ ഉണ്ടല്ലോ, പക്ഷെ നിൻ്റെ ഡുവൽ പേഴ്സണാലിറ്റിയുടെ കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട രേഖ ഗീതുവിനെ കളിയാക്കുന്നുണ്ട്. രേഖ പറയുന്നുണ്ട്, ഇത്ര നേരം പാവം ഗീതു ഇത്ര നേരം ഇവിടെ കണ്ണേട്ടന് ഒരു കുഴപ്പമില്ല, കണ്ണേട്ടന് മാത്രമേ വിശ്വാസമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ തള്ളി മറക്കിയിരുന്നു, ഇപ്പോഴാണെങ്കിലോ ഗോവിന്ദേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പാവം ഗീതു എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഗീതു നാഗവല്ലിയായി മാറുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ തള്ളി മറിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, കണ്ടോ ഡ്യുവൽ പേഴ്സണാലിറ്റി കുറച്ചൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഇത് ഡ്യുവൽ പേഴ്സണാലിറ്റി അല്ല, ഇത് എൻ്റെ സ്വന്തം പേഴ്സണാലിറ്റിയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ കളിയാക്കാൻ പറഞ്ഞതല്ലേ ഗീതു, നിനക്കൊരു കുഴപ്പമില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ മേത്ത് നാഗവല്ലിയോ ബാധയോ ഒന്നുമില്ല, നാഗവല്ലി നീയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ ഗീതുവിന് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദിനെ ഇട്ട് ഓടിക്കുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദിനോട് പറയുന്നുണ്ട്, പോയിട്ട് വാട്ടോ, പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ളത് തരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദാണെങ്കിലോ അജാസിനെയാണ് കാണാൻ പോകുന്നത്. അജാസിനെ കാണാൻ പോയിട്ട് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, എന്താ അജാസ്, എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞത്, ഈ സാമി വൈദ്യനെ പരിചയമുള്ള ആളെ പോയി കണ്ടോ, അവരുടെ മകളെ കണ്ടോ, എന്താ അവർ പറഞ്ഞേ, ആയുസ് നീട്ടിക്കിട്ടാനുള്ള മരുന്നെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞോ എന്നൊക്കെ ഗോവിന്ദ് അജാസിനോട് ചോദിക്കുന്നുണ്ട്. അജാസാണെങ്കിൽ ഒന്നും മിണ്ടാതെ അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, എന്താ അജാസ് തൻ്റെ മുഖമൊന്നും വല്ലാണ്ടിരിക്കുന്നത്, എന്താ പ്രശ്നം, അവർ ചികിത്സിക്കില്ല എന്ന് പറഞ്ഞോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, ഇല്ല സാർ, ഞാൻ അവരെ
അവരുടെ മകളായി സംസാരിച്ചു. രഞ്ജുവിന് ചികിത്സ നൽകാമെന്നും പറഞ്ഞു. പിന്നെ എന്താ തൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ മാർഗഴിയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അജാസ് പറയുന്നുണ്ട്. അവരുടെ മോളെ കാണാൻ നമ്മുടെ ഗീതുവിനെ പോലെ തന്നെ ഉണ്ട് സാർ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഇതാണോ നിങ്ങളുടെ മകൾ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അതെ ഇവരാണ് മകള്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവരെവിടെയോ കണ്ട പരിചയം ഉണ്ടല്ലോ, മാഡത്തിനെ എവിടെയോ കണ്ട പരിചയം ഉണ്ടല്ലോ. അപ്പോൾ അവർ ചോദിച്ചു, എന്നെയാണോ? അല്ലല്ല, ഫോട്ടോയിൽ നിൽക്കുന്ന മാഡത്തെയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട്, അവളുടെ ഫോട്ടോ, അവൾ ഭയങ്കര ഫേമസ് അല്ലേ, അവളുടെ ഫോട്ടോ സ്റ്റേഷന് വരെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, പോലീസ് സ്റ്റേഷനിലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അല്ല പോലീസ് സ്റ്റേഷനല്ല, റെയിൽവേ സ്റ്റേഷനിൽ. അവൾ ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ പരസ്യത്തിൽ അവളാണല്ലോ ഡോക്ടറായി നിൽക്കുന്നത്, അതുകൊണ്ട് അവൾ ഭയങ്കര ഫേമസ് ആണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ചായ ഭയങ്കര ചൂടാണ്, ആറ്റാൻ വേണ്ടി ഒരു ഗ്ലാസ് തരണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഉള്ളിൽ പോയപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് വന്നതാണെന്നൊക്കെ അജാസ് ഗോവിന്ദനോട് പറയുന്നുണ്ട്. എന്നിട്ട് ഫോട്ടോ കണ്ടതിന് ശേഷം അജാസ് ആലോചിക്കുന്നുണ്ട്, ഇതാരാ ഗീതുവിനെ പോലെ തന്നെ ഒരു കുട്ടി, ഇനി ഇവളും എങ്ങാനും ഭദ്രൻ്റെ മകളായിരിക്കുമോ? ഭദ്രൻ്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അതറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പവിഴത്തിന് നമ്മുടെ ഭദ്രൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അജാസ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇയാളെ അറിയുമോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പവിഴം പറയുന്നുണ്ട്, ആരാ ഇത്? മാർഗഴി എന്നോട് ചോദിച്ചിരുന്നു ഇയാളെ അറിയോ എന്ന്, ആരാ ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, ഒരു തട്ടിപ്പുകാരൻ, അതാ ഞാൻ ചോദിച്ചേ പറയുന്നുണ്ട്. കണ്ടാൽ തന്നെ തോന്നുന്നുണ്ട് നമ്മളെപ്പോലെ ഡീസൻറ്റ് പാർട്ടികളൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് പവിഴം അജാസിനോട്. ഈ നടന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലോ നമ്മുടെ അജാസ് ഗോവിന്ദനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അജാസ് പറയുന്നുണ്ട്, നമ്മുടെ ഗീതുവിന് അവളുടെ ചായയാണെന്നുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞില്ല, സാറിനോട് ചോദിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് പറയാഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അത് നന്നായി, അവരോട് പറയാഞ്ഞത് നന്നായി എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, താൻ പറഞ്ഞല്ലോ അവൾക്ക് ഗീതുവിൻ്റെ ചായയാണോ ഒന്ന് കാണിച്ചേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അജാസ് ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഫോട്ടോ കണ്ടതിന് ശേഷം ഗോവിന്ദ് പറയുന്നുണ്ട്, ദൈവം വലിയവൻ അജാസേ എന്ന് പറയുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഞാൻ തേടണമെന്ന് വിചാരിച്ച് വള്ളിയാണിത് എൻ്റെ കാലിൽ ചുറ്റിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട അജാസ് ചോദിക്കുന്നുണ്ട്, അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? സാറിന് ഈ കുട്ടീനെ പറ്റിയിട്ട് നേരത്തെ തന്നെ സൂചന കിട്ടിയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, സൂചനയല്ല അജാസേ, തെളിവ് സഹിതം ഞാൻ ഈ കുട്ടിയെ കണ്ടിരുന്നു, അതും എൻ്റെ ഗസ്റ്റ് ഹൗസിൽ എന്ന് പറഞ്ഞിട്ട് ആ CCTV ദൃശ്യങ്ങളൊക്കെ അജാസിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അജാസ് ആണെങ്കിലോ പറയുന്നുണ്ട്, ഇവളെ കാണിച്ചു കൊടുത്തിട്ടായിരിക്കും നമ്മുടെ സുവർണ ചേതൻ ഗ്രൂപ്പുമായിട്ടുള്ള കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട ഗോവിന്ദ് പറയുന്നുണ്ട്, അനാർക്കലിയെയും ഭാസ്കരനെയും വരുണിനെയും ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചാണ്, പക്ഷെ അതിൽ അപ്രതീക്ഷിതമായ ഒരാളും കൂടി ഉണ്ടായിരുന്നു, രാധികാമ്മ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അച്ഛൻ മരിച്ച ഏകദേശം ഒരു 10-20 കൊല്ലം ഞാൻ ജീവിച്ചതൊക്കെ വെറുതെ ആയില്ലേ അജാസേ, ഞാൻ അമ്മേന്ന് തന്നെയല്ലേ വിളിച്ചിരുന്നേ, എന്നിട്ടും അവരെന്നോട് എന്താ ഇങ്ങനെയൊക്കെ ചെയ്തേ, എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, ഇതൊക്കെ എൻ്റെ ജനിക്കാതിരിക്കുന്ന കുഞ്ഞിൻ്റെ ഭാഗ്യം എന്നൊക്കെ അജാസിനോട് പറഞ്ഞ് കരയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും അജാസ് പറയുന്നുണ്ട്, ഇനി വൈകിക്കേണ്ട സാർ, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ മാർഗഴി എവിടെയാണെന്ന് കണ്ടെത്തണം എന്ന് പറയുന്നുണ്ട്. ആ പവിഴത്തെ എടുത്ത് 2 പൊട്ടിച്ച് കഴിഞ്ഞാൽ പവിഴം തത്ത പറയുന്നത് പോലെ പറയും, നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അത് വേണ്ട, എന്തായാലും അങ്ങനെയൊന്നും ചെയ്യണ്ട, ഈ വെൽവിഷറായി നിന്ന് അവിടുത്തെ രഹസ്യങ്ങളൊക്കെ ചോർത്തുന്നത് നമുക്ക് ഈ മാർഗഴി തന്നെ ആയിരിക്കും, അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട. അതുമാത്രമല്ല നമ്മുടെ രഞ്ജുവിനെ ചികിത്സിക്കേണ്ട കുട്ടിയല്ലേ, അവളെ പിണക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, എന്തായാലും ഈ തെളിവുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇന്ന് തന്നെ ഭാസ്കരനെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്താക്കണം സാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അതിന് മുന്നേ നമുക്ക് ഈ മാർഗഴി ആരാന്നുള്ള സത്യം അറിയണം അജാസ്, എന്തുകൊണ്ടാണ് അവൾക്ക് ഗീതുവായിട്ട് ഇങ്ങനെ സാമ്യമുള്ള മുഖച്ഛായ വന്നേ എന്നൊക്കെ നമുക്ക് അറിയണം എന്ന് പറയുന്നുണ്ട്. ഭദ്രനത്തെ ക്ലിയർ ഒന്നും അല്ല എന്ന് നമുക്കറിയാലോ, അപ്പോൾ അയാളെ സംശയിക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക്, അയാളാവാനാവും ചാൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, ഇല്ല സാർ, ഞാൻ ഭദ്രൻ്റെ ഫോട്ടോ കാണിച്ച് കൊടുത്തു നോക്കി, അപ്പോൾ അവർ ഭദ്രനെ തിരിച്ചറിയുന്നത് പോലും ഇല്ല. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും രഹസ്യമുണ്ടാവും അജാസ്, നമുക്ക് എന്തായാലും അത് കണ്ടുപിടിക്കണം. പിന്നെ ഏതെങ്കിലും വിധത്തിൽ അവൾക്ക് ഗീതുവായിട്ട് ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷിച്ച് അവളെ ചേർത്ത് പിടിക്കേണ്ടേ അജാസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, അതെ സാർ വേണം എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രഞ്ജുവിനെയും വെങ്കടേഷൻ അങ്ങളെയാണ്. രഞ്ജു ആണെങ്കിലോ പറയുന്നുണ്ട്, ഇനി അച്ഛൻ പോയി കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ അച്ഛൻ വരുള്ളൂ, അപ്പോൾ എനിക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കണം അച്ഛൻ്റെ കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, എൻ്റെ മോളെ, ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ വേഗം വരില്ലേ നിൻ്റെ ധ്യാനമായിട്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ USA പോകാം, അവിടെ ആവട്ടെ നിൻ്റെ ഡെലിവറി, അപ്പോൾ അവിടെ ജനിക്കുന്ന നിൻ്റെ കുട്ടിക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പും കിട്ടുമല്ലോ. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, പറഞ്ഞപ്പോൾ എത്ര പെട്ടെന്ന് കഴിഞ്ഞു വെച്ചാൽ, ഇതൊക്കെ നടക്കണ്ടേ, നമുക്ക് അമ്മയും കൂടെ കൊണ്ടുപോകണ്ടേ, അമ്മ വരുന്നില്ലല്ലോ എത്രയും പറഞ്ഞിട്ട്, അപ്പോൾ എനിക്ക് അമ്മയുടെ കാര്യം നോക്കണ്ടേ അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ
അങ്കിള് പറയുന്നുണ്ട്, അമ്മയെ നോക്കാനല്ലേ ഇവിടെ ഗീതവും ഗോവിന്ദവും ഒക്കെ ഉള്ളത്, നിന്നെ പോലെ തന്നെയല്ലേ അവർ നോക്കുന്നത്, പിന്നെ എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാലും അച്ഛാ അമ്മ വേണ്ടേ, ഞാൻ അമ്മേനെ ഒന്നും കൂടിയും പറഞ്ഞ് സെറ്റാക്കാൻ നോക്കാം. പിന്നെ എനിക്കറിയാം അച്ഛനാണ് ഏറ്റവും കൂടുതൽ വാശി, രണ്ടുപേരും രണ്ടിടത്ത് നിൽക്കണം എന്ന്. അമ്മയ്ക്കാ കൂടുതൽ വാശി അച്ഛനാണ്, അതൊക്കെ എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്കിള് പറയുന്നുണ്ട്, ഇല്ല മോളെ അങ്ങനെയൊന്നുമില്ല, നിൻ്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ മുത്തശ്ശനായിട്ട് ഞാനില്ലേ, അപ്പോൾ അവർക്ക് ഗോവിന്ദിൻ്റെയും ഗീതുവിൻ്റെയും കുഞ്ഞിനൊരു മുത്തശ്ശിയെങ്കിലും വേണ്ടേ, അതുകൊണ്ടാണ് അവൾ ഇവിടെ നിന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലും അങ്ങോട്ടേക്ക് നമ്മുടെ മാർഗഴി വരുന്നുണ്ട്. AGM റിസോർട്ടിലേക്ക് നമ്മുടെ രഞ്ജുവിനെയും അങ്കിളിനെയും തിരഞ്ഞുകൊണ്ട് നമ്മുടെ മാർഗഴി വരുന്നുണ്ട്. അപ്പോൾ മാർഗഴി വരുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫ് പറയുന്നുണ്ട്, മാഡം സാറും തനിച്ചു വരുന്നല്ലോ സാറ് വിളിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങൾ പെട്ടെന്നാണോ പ്ലാന് മാറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അതേ പെട്ടെന്നാണ് പ്ലാന് മാറ്റിയത്, രഞ്ജും അങ്കിളും അവിടെ സെൽഫി എടുത്ത് നിൽക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ശരി പറഞ്ഞ് മാർഗഴി അങ്ങോട്ട് പോകുന്നുണ്ട്. മാർഗഴി പോയതിന് ശേഷം അവിടുത്തെ സ്റ്റാഫ് ആലോചിക്കുന്നുണ്ട്, സാറും മാഡം ഒരുമിച്ച് വരുന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, പിന്നെ ഇതെന്താ മാഡം നേരത്തെ വന്നതെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും മാർഗഴി രഞ്ജുവിൻ്റെയും അങ്കിളിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ രഞ്ജു ചോദിക്കുന്നുണ്ട്, ഇതെന്താ നീ നേരത്തെ പോകുന്നത്, ഏട്ടനും നീയും വരും എന്ന് പറഞ്ഞിട്ട് നീ എന്താ നേരത്തെ പോകുന്നത് ഗീതു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, അവർ പുറകെ വരുമായിരിക്കും, ഞാൻ നേരത്തെ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രഞ്ജു ചോദിക്കുന്നുണ്ട്, നീ എന്താ ഗീതുവിൻ്റെ ഡബിൾ റോൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, അല്ലല്ല ഗോവിന്ദ് സാർ പിന്നെ വരുന്ന ഞാൻ പറഞ്ഞേന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്കിൾ ചോദിക്കുന്നുണ്ട്, ഗോവിന്ദ് സാറോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലല്ല കണ്ണേട്ടൻ പിന്നെ പുറകിൽ വരുന്നുണ്ട് എന്നാ പറഞ്ഞേന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്കിൾ പറയുന്നുണ്ട്, മോളെ ഗീതു ഇത്ര നേരത്തെ വരണം എന്നുണ്ടെങ്കിൽ നിന്നോട് എന്തെങ്കിലും സ്വകാര്യം പറയാനുണ്ടാവും അവൾക്ക്, ഞാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഇല്ലല്ല അച്ഛാ അവൾക്ക് സ്വകാര്യമൊന്നും അല്ല പറയാനുള്ളത്, മിക്കവാറും രണ്ടുപേരും നല്ല മുട്ടൻ വഴക്ക് കഴിഞ്ഞിട്ട് വരികയാണ്, അതുകൊണ്ടാണ് ഗീതു ആദ്യം പോകുന്നത്, ഇനിയിപ്പോൾ കണ്ടോ കണ്ണേട്ട ഓടി വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്കിൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഗോവിന്ദ് വേഗം വന്നല്ലേ പറ്റുള്ളൂ, എനിക്ക് എയർപോർട്ട് പോകണ്ടേ, സമയമാവുന്നുണ്ടല്ലോ, അവൻ വേഗം വരുന്നല്ലോ, ഞാൻ അപ്പോഴത്തേക്കും പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ, നിങ്ങൾ സംസാരിച്ച് നിൽക്കുക എന്ന് പറഞ്ഞ് അങ്കിൾ പോകുന്നുണ്ട്. അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണെങ്കിലും നമ്മുടെ മാർഗഴിക്ക് ആകെ ടെൻഷൻ ആവുകയാണ്, അയ്യോ ഗോവിന്ദ് സാറും ഗീതു ഇപ്പോൾ ഇങ്ങോട്ട് വരുമല്ലോ, അതിന് മുന്നേ ഇവിടുന്ന് രക്ഷപ്പെടണമല്ലോ, രഞ്ജുവിൻ്റെ നാടിയും കണ്ണുമൊക്കെ ഞാൻ എങ്ങനെ പരിശോധിക്കും എന്നാലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് നമ്മുടെ മാർഗഴി. അങ്കിള് പോയതിന് ശേഷം നമ്മുടെ മാർഗഴി എന്തൊക്കെയുണ്ട് രഞ്ജു എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിക്കുന്നുണ്ട്. രഞ്ജു ആണെങ്കിലോ അച്ഛൻ്റെ കൂടെയുള്ള ലൈഫ് നല്ല രസമായിരുന്നു, ഇത്രയും കാലം ഇതൊക്കെ മിസ് ചെയ്തല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമമാണ്, ഇനി അമ്മയും കൂടെ സെറ്റാക്കണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലും നമ്മുടെ മാർഗഴി അവളുടെ നാടി പിടിച്ച് നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സ്വാമിയച്ഛ എഴുതിയ പോലെ ഞാൻ ഇവളെ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഇവളെ രക്ഷപ്പെടുമല്ലോ മാരിയമ്മ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജു ഇവളോട് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ ഗീതു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, ക്ഷീണം എനിക്കല്ല നിനക്കാണ്, നോക്കട്ടെ എന്ന് പറഞ്ഞ് അവളുടെ കണ്ണൊക്കെ പരിശോധിക്കുന്നുണ്ട്. കണ്ണ് പരിശോധിച്ചിട്ട് പറയുന്നുണ്ട്, നിനക്ക് രക്തപ്രസാദം ഭയങ്കര കമ്മിയാണ്, നല്ല വിളർച്ചയുണ്ടല്ലോ, നിൻ്റെ അച്ഛൻ എന്താ നിനക്ക് ആഹാരമൊന്നും മേടിച്ച് തരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, അച്ഛൻ കേൾക്കണ്ട, അച്ഛൻ എനിക്ക് പാതിരാത്രിക്ക് വരെ കഴിക്കാൻ തോന്നിയപ്പോൾ അച്ഛൻ ഇവിടുന്ന് ആളെ പറഞ്ഞയച്ചിട്ടുണ്ട് അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ രഞ്ജു പറയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ അറക്കലിലേക്ക് വരാൻ എനിക്ക് റെഡി ആവണം, നമുക്ക് റൂമിൽ പോവാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഇല്ല നീ പൊക്കോ, നീ പോയി റെഡി ആയിക്കോ, എനിക്ക് അർജൻറ്റായിട്ടൊരു ഫോൺ കോൾ ചെയ്യാണ്ട് പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജു ചോദിക്കുന്നുണ്ട്, ഗോവിന്ദേട്ടൻ വരുന്നതിന് മുന്നേ നിങ്ങളുടെ വഴക്ക് തീർക്കാനല്ലേ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. ഇന്ന് എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ വഴക്കിട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വഴക്കിടാൻ അത്ര പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ, എന്നാലും ഇന്ന് എന്തിനാ വഴക്കിട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, ഈ ഡ്രസ്സിൻ്റെ പേരിലാണ് ഞങ്ങളിന്ന് വഴക്കിട്ടെ, ഈ ഡ്രസ്സ് നന്നല്ല എന്ന് മാറ്റിയിടണമെന്നും ഗോവിന്ദ് സാർ പറഞ്ഞു, അപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അതിനാണ് ഞങ്ങൾ വഴക്കിട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം, അല്ലെങ്കിൽ ഈ ഗോവിന്ദേട്ടൻ്റെ ഡ്രസ്സ് സെൻസ് ഒന്നുമില്ല ഗീതു, എന്തായാലും നിങ്ങളുടെ ഫൈറ്റ് നടക്കട്ടെ, ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം എന്ന് പറഞ്ഞ് രഞ്ജു അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴാണ് മാർഗഴി മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, എന്തിനാ മാരിയമ്മ ഈ പാവത്തിന് ഇത്രയും വലിയ അസുഖം കൊടുത്തത്, സ്വന്തം കുഞ്ഞിനെ താലോലിക്കാൻ അവൾക്ക് കുറച്ച് ദിവസമെങ്കിലും കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. എന്നിട്ടാണ് അവൾക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്, ഗോവിന്ദ് സാറും ഗീതും വരുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് ആലോചിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നമുക്ക് വരും എപ്പിസോഡുകൾ കണ്ടറിഞ്ഞ് കാണാം മാർഗഴി ആരാണെന്നുള്ള സത്യമൊക്കെ ഗോവിന്ദിനെ തിരിച്ചറിയാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകൾ കണ്ടറിഞ്ഞ് കാണാം. ഇതുപോലുള്ള ഗീതാ ഗോവിന്ദൻ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.